ടി.പി. ശ്രീനിവാസനെ അടിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് എന്തോ മഹാപരാധമാണ് എന്ന് കരുതുന്നില്ല. അവിടെ അന്നുണ്ടായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ. അവിടെ SFI സംഘടനാപരമായി തീരുമാനിച്ച് ടി.പി. ശ്രീനിവാസനെ തല്ലണം എന്ന് തീരുമാനിച്ചു പോയി അവിടെ ആരും തല്ലിയതല്ല. അവിടെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം, ആ സമരം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോഴും ആ വിഷ്വൽസ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാകും, എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായി ആ വഴിയുടെ അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ഒരാൾ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞ് തന്തയ്ക്ക് വിളിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന്. അല്ലാതെ അവിടെ ടി.പി. ശ്രീനിവാസന്റെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ അന്നത്തെ UDF മിനിസ്ട്രിയുടെ നിലപാടിനെതിരായിട്ടുള്ള പ്രതികരണമോ അല്ല അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ ഇദ്ദേഹം അങ്ങേയറ്റം കേട്ടാൽ അറയ്ക്കുന്ന നിലയിലേക്ക് തെറി വിളിച്ചു. ആ വിദ്യാർത്ഥിയെ തെറി കേട്ടതിലുള്ള പ്രതികരണം നടത്തി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിലപാടിലുള്ള വിയോജിപ്പ് രൂപപ്പെടുത്തിയ ഒരു സമരരൂപമായിരുന്നില്ല ചെകിട്ടത്തടി എന്നുള്ളത് കൊണ്ടും SFI നിശ്ചയിച്ചുറപ്പിച്ച ഒരു സമരരൂപമായിരുന്നില്ല ആ ചെകിട്ടത്തടി അല്ലെങ്കിൽ ആ പ്രതികരണം എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ അതിൽ മാപ്പ് പറയേണ്ടതില്ല എന്നത് തന്നെയാണ്. അല്ല, അതിനകത്ത് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ പോലെ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ഇതിനു മുൻപും ചർച്ചകൾ ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിനെ വളരെ ഗൌരവത്തോടും സംശയദൃഷ്ടിയോടും കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ ഇന്ത്യയുൾപ്പെടെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്കകത്തേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാം വിദേശ യൂണിവേഴ്സിറ്റികളായിരിക്കും ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കകത്ത് ഈ പറഞ്ഞ ഓഫ് ക്യാമ്പസ് തുടങ്ങാൻ തയ്യാറാകുക? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾ അതിന് തയ്യാറായി വരുമോ? ഈ പറഞ്ഞ പോലെ പല ഘട്ടത്തിലും ഇപ്പൊ പല മൂന്നാം ലോക രാജ്യങ്ങൾക്കകത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിദേശ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. നിലവാരമില്ലാത്ത തട്ടിക്കൂട്ട് സർവകലാശാലകളുടെ ക്യാമ്പസുകളാണ് പലയിടത്തും കടന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നമ്മുടെ നാട് തുറന്നു കൊടുക്കപ്പെടുമ്പോൾ അത്തരം സർവകലാശാലകളായിരിക്കും, വലിയ അക്കാദമിക് താല്പര്യങ്ങളൊന്നുമില്ലാത്ത അത്തരം പെട്ടിക്കട സർവകലാശാലകളായിരിക്കും കടന്നു വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കടന്നുവരവിനെ വലിയ സംശയദൃഷ്ടിയോടുകൂടി വളരെയേറെ വിമർശനാത്മകവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രണ്ട്, സ്വകാര്യ സർവകലാശാലകളുടെ വരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ നിലവിൽ രാജ്യത്ത് കേരളം ഉൾപ്പെടെ 2-3 സംസ്ഥാനങ്ങൾ, ചില നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒഴികെ അവിടെ അതിനുള്ള സാധ്യതകളില്ല. ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്വകാര്യ സർവകലാശാലകളുണ്ട്. നിലവിലുള്ള UGC റെഗുലേഷൻ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾക്ക് രാജ്യത്തെ തുറന്നു കൊടുക്കുന്ന നിലയിലേക്കുള്ള നയമാണ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയിൽ 2 സാധ്യതയാണുള്ളത്. ഒന്ന്, ഇപ്പോ ഒരു അനുവാദവുമില്ലാതെ ഇപ്പൊ ഈ ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അവർക്ക് നിയമനിർമ്മാണം നടത്തി ഈ പറഞ്ഞ പോലെ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ NOC വേണം, നിയമനിർമ്മാണം നടത്തി ഇത്തരം സർവകലാശാലകളെ നിയന്ത്രിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നത് ഒരു സാധ്യതയാണ്. അല്ല എങ്കിൽ ഇപ്പൊ ഒന്ന് കേരളത്തിൽ നിരവധിയായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ജെയിൻ ഉൾപ്പെടെ അമൃത ഉൾപ്പെടെ വിവിധ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല.